ആരാ? ആ ഇത് കൊള്ളാല്ല, മൂൺ വാക്കടിക്കുന്ന ആമയാ. ആമയല്ല, അപ്പൊ യമുവിന്റെ കുഞ്ഞാ. മുട്ടയിടാറായെന്നാ തോന്നുന്നത്. ഇത് മുട്ടയിടൂല, ഇത് ആൺപക്ഷിയാ. അയ്യോ ഞാൻ ചോറല്ല. നീ മോട്ടിക്കാൻ വന്നല്ലേടാ? സത്യമായിട്ട് ഞാൻ മോട്ടിക്കാൻ വന്നതല്ല. നീ എന്താണ് ഇവിടുന്ന് മോട്ടിച്ചേക്കണത്? സത്യമായിട്ട് ഞാനൊന്നും മോട്ടിച്ചിട്ടില്ല. ഞാൻ നോക്കട്ടെ. അമ്പട വടക്കള്ള. വടക്കള്ള പൊക്കളേന്ന് വിടുകേട്ടാ. അയ്യേ, ഈ അയ്യ ഞാനല്ലേ വെക്കേണ്ടത്. അപ്പൊ പിന്നെ ഞാൻ ചപ്പി പോകൂലേ? നിന്നെ ഞാൻ വിടത്തില്ലടാ. എന്നെ വിട്, എനിക്ക് പോണം. എടാ ഇങ്ങോട്ട് വരാൻ. ഇല്ല ഞാൻ വരൂല. വരാൻ. വരത്തില്ല. വരാൻ. വരത്തില്ല. വരാൻ. വരാം വരാം പൂച്ചാണ്ടി റെയില് വണ്ടിയിലേ, വാരണാസി കോട്ട താണ്ടി റെയില് വണ്ടിയിലേ. അയ്യോ, ഇതെന്തിനുള്ളത് ഇപ്പൊ? ഇത് കള്ളനെ പിടിക്കാനുള്ളത്. കത്തി കാണിച്ച് കള്ളനെ പിടിക്കുന്ന കണ്ടിട്ടുണ്ട്. നഗ്നത കാണിച്ച് കള്ളനെ പിടിക്കുന്ന ആദ്യമായിട്ടാണ്. അയ്യോ എന്റെ പാൻറ് പോയായിരുന്നോ? എങ്ങനെ പാൻറ് കഴിഞ്ഞു പോവാതിരിക്കും? അരേക്കെട്ടിന്റെ ബെൽറ്റ് എടുത്തിട്ട് അവർക്ക് കച്ച കിട്ടിയേക്കുന്നു. എന്റെ പൊന്നിടാവേ, ഞാനിവിടെ മോഷ്ടിക്കാൻ വന്നൊന്നുമല്ല. മോട്ടിക്കാൻ വന്നല്ലെങ്കിൽ പിന്നെ നീ ആരാ? ഞാൻ ആരാന്ന് പറഞ്ഞാ നീ ഞെട്ടും. ഞെട്ടില്ല. വട്ടയില്ല. പപ്പടം. നിനക്കൊരു പോയിന്റ്. കൊറേ നാളായിട്ട് എന്റെ കത്തിക്ക് വർക്കില്ലാതിരിക്കുക. എന്നാ പിന്നെ വല്ല ഇറച്ചി വീട്ടുകാർക്ക് റെന്റിന് കൊടുക്കായിരുന്നു. ഏടാ ഈ കത്തി അങ്ങനെ നിസാര കത്തിയൊന്നുമല്ല. അങ്ങ് ബോംബെയിലും ഗുജറാത്തിലും എത്ര പേരുടെ ചോര കണ്ട കത്തിയാന്നറിയാമോ ഇത്? ഈ കത്തിക്ക് വർക്കില്ലെങ്കിൽ എന്താ? ഇപ്പൊ അവിടെ നിന്ന് വന്ന ഈ കത്തിയില്ലേ, അതിന് നല്ല വർക്കുണ്ട്. എന്റെ വർക്ക് എന്താന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. എടാ നിന്നെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ കോളനിക്കാരി എനിക്കൊരു സ്വർണ്ണപ്പതക്കം തരാന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നെ പിടിച്ചു കൊടുക്കാതിരുന്ന നിനക്ക് 2 സ്വർണ്ണ പതക്കം തരാം. അങ്ങനെയാണെങ്കിൽ 2 സ്വർണ്ണപ്പതക്കം താ. ഈ സ്വർണ്ണ പതക്കം തരാന്നല്ലേ പറഞ്ഞത്? എവിടെന്നെങ്കിലും 2 സ്വർണ്ണം മോഷ്ടിച്ചിട്ട് പതുക്കെ തരാം. അങ്ങനെ പതുക്കെ കിട്ടുന്ന സ്വർണ്ണം എനിക്ക് വേണ്ട. എനിക്ക് പെട്ടെന്ന് കിട്ടുന്ന സ്വർണ്ണം മതി. അതുകൊണ്ട് നിന്നെ ഞങ്ങൾ ഇന്ന് പൂട്ടും. എന്നെ പിടിച്ചു കൊടുക്കും. ഏടാ നിന്നെ പിടിച്ചു കൊടുക്കൂന്നാ പറഞ്ഞു. അതിന് ഇതിന് മാത്രം സന്തോഷിക്കണം എന്തിനാ? അയ്യോ സന്തോഷിച്ചതല്ല, പിന്നെ എനിക്കും ഞരമ്പിന്റെ അസുഖമുണ്ട്. അങ്ങനെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. അയ്യോ ആ ഞരമ്പല്ല, എന്റെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഭാര്യ മുറ്റടിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പൊ ഞാൻ നേരെ പുറകെ കൂടി ചെന്നിട്ട് വട്ടം കെട്ടിപ്പിടിച്ച്, എന്റെ കല്യാണം കഴിഞ്ഞത് അറിഞ്ഞില്ലേടാ സുരേഷേന്നും ചോദിച്ചോണ്ട് ചുറ്റിക്കോലെടുത്തിട്ട് ഒറ്റ കുത്തായിരുന്നു. ഒറ്റ കുത്തിന് 4 ഞരമ്പ പിണഞ്ഞു കിടക്കുന്നത്. അതാണ് നീ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ശരി, നിന്നെ ഇന്ന് ഞങ്ങൾ അകത്താക്കും. എന്നെ നിനക്കുന്നല്ല, ഇവിടെ ആർക്കും അകത്താക്കാൻ പറ്റൂല. എടാ ഈ വാസുവിനെ നാട്ടുകാരുടെ ഇടയിൽ ഒരു ഇരട്ട പേരുണ്ട്. എന്ത്? ഒടി വാസു. നീ മൂക്കിപ്പൊടി വലിക്കുവാ? എടാ പൊടി വാസു അല്ലടാ, ഒടി വാസു. എനിക്ക് ഒടിവിദ്യ അറിയാം. ഒടിവിദ്യ എന്ന് പറഞ്ഞ ശ്രീവിദ്യയുടെ ചേച്ചിയായിട്ട് വരും. മൊത്തം പൊട്ടത്തെറ്റായിരിക്കും. അതാണ് പറഞ്ഞത്. ഒടിവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മായാജാലം അറിയാന്ന്. നീ അതൊക്കെ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടാന്ന. ഒടിവിദ്യ പഠിക്കണമെന്ന് മോഹമായി ചെന്നുപെട്ടത് വലിയൊരു സിംഹത്തിന്റെ പടയിൽ ഉസ്താദ് അലക്കുരുത്തുകാരൻ. അവസാനം ഒടിവിദ്യ പഠിച്ച് ആശാന്റെ വായിൽ ഒരു പിടി പൊടിമണ്ണും വാരിയിട്ട് അതേ ആശാന്റെ സൈക്കിൾ കൊടുത്തിയായി യാത്ര ആരംഭിച്ചു. എന്നിട്ട് യാത്ര എപ്പോഴാ നിർത്തിയത്? ആ സൈക്കിള് പഞ്ചറായപ്പോ നിർത്തി. അങ്ങനെ ഒടിവിദ്യ പഠിച്ചവരാണ് ഈ ഞാൻ. നിമിഷ നേരം കൊണ്ട് ചിലപ്പോ പുലിയാകും, ഒറ്റ നിപ്പില് എലിയാകും. പിന്നെ അങ്ങനെയാണെങ്കിൽ എലിനെ കാണിക്കാവോ? അത് എലീന, അതല്ലെന്ന്. നിങ്ങൾ എലിയായിട്ട് മാറുമെന്നാ ചോദിച്ചത്. എലിയായിട്ട് മാറുമെന്നാ? എടാ അതാണ് ഈ ഒടിയൻ പാസ്. ബോട്ടിൽ ഞാൻ മാറി തരാല്ലോ. പിന്നെ ഒരു മിനിറ്റ്, ഒന്നും കണ്ടിട്ട് തന്നെ പോയ കാര്യമല്ല. എന്താണിത്? ഇത് പേന്റെ ഫേസ് ലോക്കാ, അല്ലെങ്കിൽ അവള് പിടിക്കും. 1961 തുരപ്പന ഇല്ലത്തെ പത്തായപ്പുരയിൽ ചുണ്ടനെലിയുടെയും ചുണ്ടിയെലിയുടെയും മകനായി പിറന്ന് പത്തായത്തിൽ നെല്ലുണ്ടായിട്ടും തന്റെ തനതായ ശൈലിയിൽ പാടത്തും പറമ്പത്തും കപ്പമാന്തി തിന്ന് തന്റേതായ കഴിവ് തെളിയിച്ച, ഇന്ന് കാർട്ടൂൺ പരമ്പരകളിലൂടെ ശ്രദ്ധേയനായ മൂഷികേശൻ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന നിങ്ങളുടെ സ്വന്തം ചുണ്ടലി. എവിടെ? എന്തും മുതുപ്പാതെ അയ്യോ, സൂപ്പർ ആയിട്ട്. അതാടാ ഈ ഒടിവാസുവിന്റെ കഴിവ്. പിന്നെ
കോഴിയാകാൻ പറ്റുമോ? നിന്റെ അത്രയും പറ്റിയിരിക്കൂല. അല്ല അതല്ല, എന്റെ ആശാൻ പറഞ്ഞേക്കണതേ നീ എന്ത് വേണമെങ്കിലും ആയിക്കോ, പക്ഷെ കോഴി മാത്രം ആവരുന്ന. അതിനാണ് അങ്ങനെ പറഞ്ഞത്. എന്റെ പൊന്നടാവേ, ഒരു ദിവസം ഈ ആശാൻ കോഴിയായിട്ട് ഇങ്ങനെ തടക്കായിരുന്നു. അപ്പൊ അപ്പുറത്തെ വീട്ടിലെ സുധാകരൻ ഇതിനെ പിടിച്ചിട്ട് പൂമ്പയുടെ കൂട്ടിലടിച്ചു. എന്നിട്ടെന്താ 24 ദിവസം കൊണ്ട് 56 മുട്ട ആശാൻ വിരിയിച്ചു കൊടുത്തത്. ഒരു മിനിറ്റ്, ഒരു കോള് ചൈനയിൽ നിന്നുള്ള കോളാ. ഹഞ്ഞോ എന്താന്ന് ആരാണ് വിളിച്ചതെന്ന്? അയ്യോ, അത് വേറൊന്നും അല്ല. കുറച്ച് നാളെ ചൈനയിൽ കൂർക്കായിട്ട് ഇരുന്നായിരുന്നു. അവിടെ എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവൻ 101 കല്യാണം കഴിച്ച് റെക്കോർഡ് ഇട്ട്. അതിപ്പോ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 101 കല്യാണം കഴിച്ച ആരായാലും മുക്കറിയിടും. അവൻ ഇപ്പം വേൾഡ് റെക്കോർഡ് ഇടാൻ വേണ്ടിട്ട് 8ാം നിലയുടെ മേടിൽ നിന്ന് ചാടി. അവന്റെ അളിയൻ വിളിച്ചിട്ട് പറയുക നൂഡിൽസ് കഴിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് ചെല്ലാൻ. അപ്പൊ അതിന്റെ ചെലവിനായിരിക്കും. അല്ലല്ല, അവിടെയൊക്കെ സഞ്ചാരത്തിന് നൂഡിൽസാ കൊടുക്കുന്നത്. ഇതൊക്കെ എന്ത് സാഹസം! അതൊക്കെ എന്റെ അമ്മാവന്റെ കസർത്ത്. എന്ത്? എന്റെ അമ്മാവൻ വലിയ കട്ട പാറക്കല്ലിൽ തലക്കിടിച്ചു പൊട്ടിക്കും. വലിയ കട്ട പാറക്കെട്ട് തലക്കടിച്ചു. പിന്നെ അപ്പൊ അമ്മാവന്റെ തലയ്ക്കകത്ത് എന്തായിരിക്കും? ഒന്നുമില്ല, അല്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് കിടക്കുകയാണ്. നല്ലൊരു തലടിച്ച് ചാവൂ. സ്വന്തം അമ്മാവൻ ചത്തപ്പോഴും നിനക്ക് സന്തോഷം അല്ലേ? അത് സന്തോഷമല്ല, ഞാൻ പറഞ്ഞില്ലേ കുറ്റിച്ചൂലിന്റെ കുത്ത്. അതാ ഇതിപ്പോ ഭയങ്കര പ്രശ്നമൊക്കെയാണ്. ഒരു ദിവസം ഞാൻ ഒരു വീട്ടിലേക്ക് കക്കാൻ കയറി. ഈ വാതിൽ തുറന്ന് നോക്കിയപ്പോണ്ടല്ല, അകത്തെ ബെddയിൽ ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണ് നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കുക. ഇതെന്താ കാണിച്ച്? ഇത് പറഞ്ഞപ്പോ നിന്റെ വായിന്ന് ഒരു തേൻ വീണായിരുന്നു. അതേ ചവിട്ടി എന്റെ കാല് തന്നെയതാ. എന്റെ ദൈവം, വിഷയത്തിൽ നിന്ന് തന്നെയല്ലേ? ഇല്ല, ഞാൻ പതുക്കെ പോയിട്ട് ആ പെണ്ണിന്റെ അടുത്തിരുന്ന് പിന്നല്ലേ ഒരു മതി 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 മതി, മനസ്സിലായി. എന്റെ ഭാഗ്യവാനേ. ആര് ഭാഗ്യവാൻ? ആര് ഭാഗ്യവാൻ? എടാ, ആ സമയത്ത് ഈ മെനകെട്ട സൗണ്ട് വന്നിട്ട് വെറ്റേക്കുള്ള പെണ്ണു എഴുന്നേറ്റ് വീട്ടുകാർ നാട്ടുകാർ പിന്നെ സ്വർണം കക്കാൻ ചെന്ന എന്റെ വായിന്ന് ചോറ് തുപ്പിച്ചിട്ടല്ല അവർ പറഞ്ഞു വിട്ടു. എന്നാ പിന്നെ നിന്റെ ഭാര്യനെ സുരേഷ് പുറകെ കൂടി വന്ന് കെട്ടിപ്പിടിച്ച? ഇല്ല, നിനക്കുണ്ടല്ലേ ഈ ഞരമ്പിന്റെ അസുഖം. അയ്യോ, ഇത് അതല്ലടാ. ഇവിടെ ഉള്ളവരെല്ലാരും വിചാരിക്കും നീ ഈ അടിച്ച് ക്ലൈമാക്സ് അടിച്ച് തീർക്കുമെന്ന്. പക്ഷെ അതിനു മുമ്പ് ഞാൻ അങ്ങ് അടിച്ച് തീർത്തതാ. ഓഹോ, അപ്പൊ അത് കൊള്ളാം. ഞാനറിയാതെ ക്ലൈമാക്സിൽ ടിസ്റ്റ് ഉണ്ടാക്കി ക്യൂട്ട് മെയിൻ ആവാനുള്ള പരിപാടിയാ. എടാ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുമിച്ചായാ മതി. അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് അടിക്കാന്നേ. അടി. എനിക്ക് ഈ സ്കിറ്റ് കണ്ടപ്പോ ഒരു സാധനം അറിയാമോ? പണ്ടേ ചേച്ചി നമ്മളെല്ലായിടത്തും പണ്ട് നമ്മുടെ ഈ നാട്ടിൽ ഈ റെസിഡൻഷ്യൽ ഏരിയയിലൊക്കെ എവിടുന്നെങ്കിലും കൂർക്കന്മാർ വരുമായിരുന്നു. വന്നിട്ട് ഈ സ്ഥലം ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞ് നമ്മളെല്ലാ വീട്ടുകാരും പിരിവൊക്കെ കൊടുക്കും. പക്ഷെ ഇന്ന് അന്യം നിൽക്കുകയാണ് ആ സാധനം. കൂർക്ക ഇല്ല. എന്താണെന്നറിയാമോ? എന്താണ് റീസൺ? CCTV ക്യാമറ വന്നോണ്ട്. അണ്ണ നമ്മൾ ഒരുപോലെ, നമ്മളെ ചിന്തകൾ എപ്പോഴും ഒരുപോലെ. അല്ല, അത് CCTV. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്ന് അറിയാമോ? എലിയുടെ ഫിഗർ ഷോ. ഓൾറൈറ്റ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാറ്ററി നോക്കാം അല്ലേ? വാ. ഫിഗേഴ്സ് ഒക്കെ അടിപൊളിയായിരുന്നു. സൗണ്ട് ഇച്ചിരിയുടെ കിട്ടുവാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ചിരിക്കാൻ പറ്റും അല്ലേ? അപ്പൊ അതൊന്ന് ടച്ചപ്പ് ചെയ്യണം. അടുത്തിന് ശരിയാക്കാം. ആയോടാ, എന്ത് ക്യൂട്ടായിട്ടാ പറയുന്നത്. നല്ല അത് നമ്മൾ വാക്കെടുത്തു കേട്ടോ. അപ്പൊ എന്തായാലും ചേച്ചി 20,000. പുതിയ സാധനം. അതെങ്ങനെയാ? പുതിയ സാധനം. അതിന് പഠിച്ചെടുക്കണം ഞാൻ.